ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവധി ദിവസത്തെ റുട്ടീൻ പ്ലസ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. സമയം 8:30 മണി കഴിഞ്ഞു. അവർ രണ്ടുപേരും അവധി ദിവസം ഞാൻ സാധാരണ പതുക്കിനെ എഴുന്നേൽപ്പിക്കാറുള്ളൂ. കാരണം അവധി ദിവസമല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാം. മിക്ക സാറ്റർഡേസിലും ക്ലാസ് ഉണ്ടാവും, സൺഡേ ആണെങ്കിൽ സൺഡേ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ രാവിലെ ഉറങ്ങൽ തീരെയില്ല, എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ എന്നും എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവധി ദിവസമല്ലേ അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായി. അവർ സാവധാനത്തിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി 8:30 ആയപ്പോഴേക്കൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ സാധാരണ ക്ലാസ്സുള്ള ദിവസം എല്ലാവരും ഒന്നിച്ച് ഡൈനിങ് ടേബിളും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അവധിയുള്ള ദിവസം TV-യിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് സാവധാനത്തിൽ അവർ എഴുന്നേറ്റ് വരുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 9:45. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് നേരം TV ഒക്കെ കണ്ട ശേഷം കുറച്ച് നേരം അവരുടെ തലമുടിയുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കുന്ന ഒരു സമയമാണ്. ഒരു 15 മിനിറ്റൊക്കെയാണ് വെക്കാറുള്ളത്. ക്ലാസ് ഉള്ള ദിവസമൊന്നും അതിന് നേരം കിട്ടാറില്ല. രണ്ടാമത്തെ കാര്യമുള്ളത്, പകൽ സമയങ്ങളിലാണ് ഇങ്ങനെ ഓയിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്യണം നല്ലത്. കാരണം അല്ലെങ്കിൽ നീർവീഴ്ചയും ചുമയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കിട്ടിയപ്പോൾ ആ ഒരു കാര്യം ഈ സമയത്ത് ചെയ്യുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 10:15. സാധാരണ ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ അവർ ക്ലാസ്സിലായിരിക്കും ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷനും പോകാറുണ്ട്. പക്ഷേ ഇവിടെ മഴയായതുകൊണ്ട് തന്നെ, റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഫുള്ളായിട്ടും അവധിയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവധിയാണ്, പലർക്കും മുടക്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ അവരിങ്ങനെ ഫ്രീ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്കൊരു ബോറടി പോലെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു, മിഡ് എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ മൂടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നേരം എന്നാലും എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് ഇനി ചെല്ലുമ്പോൾ അവർക്ക് വീണ്ടും ആദ്യം പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് 1 മണിക്കൂർ എന്നാൽ പഠിക്കാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പഠിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 11:30 ആവാറായി. അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം 1 മണിക്കൂർ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം പഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോവാം. അപ്പോൾ അവർക്കും സാധാരണ അവരെ ഷോപ്പിങ്ങിനൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാറൊന്നുമില്ല. ക്ലാസ്സുള്ള ദിവസമാവും ഞാൻ എന്തെങ്കിലുമൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവരെ കൊണ്ടുപോയി. അപ്പോൾ അവർക്കൊരു ചേഞ്ച് ആവുമല്ലോ, വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ. അങ്ങനെ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഏകദേശം 12:45 ആയപ്പോഴാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മണി മുതൽ ഒരു 4 മണി വരെയുള്ള സമയം ഫ്രീ ടൈമാണ്. അപ്പോൾ സാധാരണ ചില കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങൂല, ഇവർക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും എന്തെങ്കിലും ബുക്ക് വായിക്കാൻ. അങ്ങനെ വായിച്ച് വരുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരാറുണ്ട്. അപ്പോൾ റോസ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ബാലരമയാണ്. ഇസ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബുക്കാണ്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഇത് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ബുക്കാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ തർജ്ജമയാണത്, മലയാളത്തിലുള്ളതാണ്. അപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് നല്ല ബുക്സൊക്കെ സജസ്റ്റ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇവർക്ക് ഞാൻ കുറച്ച് ബുക്സൊക്കെ നല്ലത് കാണുകയാണെങ്കിൽ വാങ്ങും, ചിലത് ലൈബ്രറിയിൽ നിന്ന് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച് വരുമ്പോൾ സാധാരണ ഇവർക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെ അവർ ഉറങ്ങിപ്പോയി. അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു. ഞാനിവിടെ 4 മണിക്കുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളും ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമോസയാണ് ഉണ്ടാക്കണേ.
അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നിട്ട് കട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇസ തനിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റോസുവിനെ നമ്മൾ നോക്കണം, അല്ലാതെ തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആരും തന്നെ പോയി പാചകത്തിനുള്ള പരിപാടികൾ ചെയ്യരുത്. നിങ്ങളുടെ അച്ഛനും അമ്മയും പാരൻസും ഉള്ളപ്പോൾ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ വെച്ചിട്ട് പൊടിയായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ റോസ് ഇത് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് റെസിപ്പി എഴുതണമെന്ന് പറഞ്ഞിട്ട് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് റെസിപ്പി ഇരുന്ന് അവളുടെ ബുക്കിൽ. ഇസ എന്നെ ദേ മിക്സിങ് പരിപാടികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഈ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. പച്ചമണക്കം മാറിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 6 വലിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് അതിന് കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. കുറേ വെള്ളം വേണ്ട കേട്ടോ, അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. ഒരു 3 ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് മതി. അതും കൂടി ചേർത്ത് കൊടുത്താൽ ഈ ഒരു മിക്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതെല്ലാം തന്നെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കുക. ഏറ്റവും ലാസ്റ്റ് അതിലൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സമോസ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തത് പപ്പടം വറക്കണ പോലെ അതുപോലെ വറുത്ത് അതും കൂടി മിക്സിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. സമോസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കടകളിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഫില്ല് ചെയ്തിട്ട് മൈദ കൊണ്ടുള്ള ഒരു പേസ്റ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെങ്ങനെ എക്സാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെസിപ്പി വീഡിയോസൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ അതെങ്ങനെയാണ് ചെയ്യാമെന്ന്. ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അതെല്ലാം കൂടി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്തു. ഇസ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ അവൾ വിചാരിച്ച പോലെ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് അത് ഫുള്ളായിട്ടും ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കത് ഓയിൽ ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും, കാരണം ഉള്ളിൽ ഓൾറെഡി നമ്മൾ വേവിച്ചതാണ് മിക്സ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി, പിന്നെ സമോസ എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് മുകളിൽ പോയിട്ട് ബാൽക്കണിയിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന്, കാരണം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മുകളിൽ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 5:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ ഇനി വല്ല ഗെയിം പ്ലേ ചെയ്യുന്നെങ്കിലും വല്ല ബോർഡ് ഗെയിമോ എന്തെങ്കിലും എടുത്ത് വെക്കാൻ. അപ്പോൾ പറഞ്ഞു ക്യാരംസ് കളിക്കാമെന്ന്. ഞങ്ങൾ ക്യാരംസ് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്, പക്ഷേ 1-2 വട്ടം മാത്രമേ കളിക്കാനൊക്കെ നേരം കിട്ടിയുള്ളൂ. അപ്പോൾ ചേട്ടന് അത്യാവശ്യം നന്നായിട്ട് അവർക്ക് ക്യാരംസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ പഠിപ്പിച്ചു കൊടുക്കാം. ഈസ കുറച്ച് ഈശൊക്കെ കളിക്കും കേട്ടോ. അപ്പോൾ റോസും ഇപ്പോൾ ഇതേ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ക്യാരംസ് കളിക്കാനായിട്ട് അറിയാം? അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, ഞാൻ കളിക്കും, പക്ഷേ എനിക്ക് അതിൻ്റെ ടെക്നിക്സ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല.
അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അവരിത്തിരി മടുപ്പോടു കൂടിയാണ് കളിച്ചതെങ്കിലും അടുത്തൊരു റൗണ്ട് ജയിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ആ ഒരു ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സമയം 6:30 മണിയായി. അപ്പോൾ കുറച്ച് നേരം അവർ പുറത്തൊക്കെ ഒന്ന് നടന്നു. അപ്പോൾ മഴ ഇന്ന് അധികം ഉണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നെങ്കിലും ഇന്നത്തെ ദിവസം മഴ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമയം 7 മണിയായപ്പോൾ അവർ രണ്ടുപേരും കുളിച്ച് ഫ്രഷായി. കുറച്ച് നേരം ഞാൻ പറഞ്ഞു പഠിക്കാനായിട്ടിരിക്കാം. സമയം ഇപ്പോൾ 7:30 മണിയായപ്പോൾ 8:30 വരെ പഠിക്കാനിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രയർ ആയിട്ട് പിന്നെ ഡിന്നറിൻ്റെ സമയമാണ്. അപ്പോൾ 1 മണിക്കൂർ പഠിക്കാൻ ഇരിക്കണുള്ളെങ്കിലും അത് പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക, വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാതെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് എഴുതുക, എന്തൊക്കെയാണ് അന്നത്തെ ആ ഒരു ടൈം നമ്മൾ പഠിക്കാൻ പോകണേ. നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്ര കാര്യം എഴുതിയാൽ മതി. ഒരു വിഷയം പഠിക്കാൻ പറ്റുള്ളെങ്കിൽ അത് മതി, അല്ലെങ്കിൽ 2 എണ്ണം പറ്റുള്ളെങ്കിൽ അത് മതി. ഒരുപാട് എഴുതി വെച്ചിട്ട് ഒന്നും പഠിക്കാത്തതിലും നല്ലത് ഉള്ളത് കുറച്ച് ശ്രദ്ധയോടുകൂടെ പഠിക്കുക. പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സീരിയലിൻ്റെ മൈൻഡ് ഉള്ളിലും നടുക്കിൽ പോയിരിക്കാതെ പ്രോപ്പറായിട്ട് നമ്മുടെ റൂമിൽ വന്നിരുന്ന് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇത്ര സമയം ഞാൻ പഠിക്കും, 1/2 മണിക്കൂർ പഠിക്കണമുള്ളെങ്കിൽ പോലും അത് ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കുമെന്ന് ഡിസിഷൻ എടുത്തിട്ട് ഇരുന്നിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ടൈം കുറച്ച് സമയം പഠിക്കാനിരിക്കണം. അവധി ദിവസം പലപ്പോഴും നമുക്ക് മടിയാണ് തോന്നുക, പഠിക്കാൻ തോന്നില്ല. അത് ഇവർക്കും പഠിക്കാൻ തോന്നാറൊന്നുമില്ല, ഫ്രീ ദിവസമായിട്ട് പഠിക്കാതിരിക്കാമെന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഒരു ദിവസം കുറച്ച് നേരം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി ആ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇത്തിരി നേരമല്ലേ പഠിക്കാനിരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും ദിവസം മുടക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ചെയ്യാം. ഒരുപാട് പേര് എത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ നമ്മൾ സേഫായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ രണ്ടുപേരും ഒരു ടൈം വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 മിനിറ്റ് ടൈം വെച്ചിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒരു 25 മിനിറ്റ് കൂടി പഠിക്കുമ്പോൾ ആ ഒരു 1 മണിക്കൂർ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ പഠിക്കാൻ കുറച്ച് സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടാവില്ല. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ആദ്യം നമ്മൾ എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ബുദ്ധിമുട്ടുള്ളത് ആദ്യം പഠിക്കുമ്പോൾ തന്നെ മടുപ്പാവില്ലേ. നല്ല ബുദ്ധിമുട്ടുള്ളത് ആദ്യം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മടി തോന്നുമെങ്കിലും അത് നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ടഫുള്ളത് പഠിച്ച് കഴിഞ്ഞു എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഈസി ആയിട്ടുള്ളത് പഠിക്കുക. അതാണ് കുറച്ചും കൂടി നല്ലൊരു മെത്തേഡ്. അങ്ങനെ 1 മണിക്കൂറത്തെ പഠനത്തിന് ശേഷം ഞങ്ങൾ പ്രയർ എത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സിനിമ വയ്ക്കും, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കാണും. ഒന്നെങ്കിൽ പഴയ എന്തെങ്കിലും കോമഡി മൂവീസൊക്കെ ആയിരിക്കും. കാരണം മക്കൾ ആ പഴയ മൂവികളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടതാണെങ്കിൽ അവർക്ക് വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ കുറേ തമാശയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതിൽ. പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും സിനിമകൾ കാണും. അന്നത്തെ ദിവസം ഞങ്ങൾ RRR എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് കണ്ടത്. കാരണം അത് കണ്ടത് മക്കൾക്ക് അത്ര ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇതൊക്കെ കണ്ട് പിന്നെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾ ഇതിലത്തെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.